ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം നമ്മുടെ കുടുംബങ്ങളെ ദൈവ അനുഭവത്തിലേക്ക് നയിക്കും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് വത്സമ്മ, സ്ഥലം മാട്ര. കഴിഞ്ഞ വർഷം 2011 മെയ് 8 തൊട്ട് 12 വരെയുള്ള ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാനും അട്ടപ്പാടിയില് കഴിഞ്ഞ വർഷം ഒരു 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത് അന്നേരം ഞാൻ പുറവശത്തെ മിറ്റത്തുനിന്ന് ഒരു 3-4 ആൾ പൊക്കത്തിൽ നിന്ന് മിറ്റത്തുനിന്ന് പല്ല് തേച്ച് തുപ്പാൻ പോയപ്പം കല്ലും ഞാനും കൂടെ വീണ് താഴോട്ട്. എന്നിട്ട് മുട്ടിന്റെ ചിരട്ടയ്ക്കുള്ളിലെ പാടയും മുറിഞ്ഞു പോയി, കൈമുട്ട് കയറിപ്പോയി, ഇങ്ങോട്ട് ഷോള് വിളകിപ്പോയി. ഈ അടുത്ത വശം ഡോക്ടർ പറഞ്ഞു ഇനി ഇത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തുന്നി ചേർത്ത് നടക്കിയായിരുന്നു. എന്നിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ വെയിറ്റ് വെയിറ്റ് കൂടി പോയിട്ട് പിന്നെ മുട്ടിന്റെ പാട പിന്നെ തുന്നിക്കെട്ടിട്ട് വീട്ടും വിട്ടു പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നടക്കാൻ പറ്റിയായിരുന്നു, ഒരു വടി കുത്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അട്ടപ്പാടിയിൽ പോയി ധ്യാനം കൂടി 3-ാമത്തെ ദിവസം സുതിപ്പിന്റെ സമയത്ത് ഭയങ്കര തീ ചുള്ളുന്ന വേദന, ചോടിനും കൈയുടെ മുട്ട, രോഗബാധിതമായ ഭാഗങ്ങളിൽ തീ കൊണ്ട് ഒരു തീ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന മാതിരി ഒരു പ്രത്യേക അനുഭവം. ഇന്നലെ അച്ഛനെ ഇവിടുന്ന് പറഞ്ഞപ്പോ എനിക്ക് സാക്ഷ്യം പറയണ 1 വർഷമാകാൻ പോവല്ലേ, ഒരു മടി. ഭാഷയാണെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ വീണ്ടും അടുത്ത മുട്ടുകൊണ്ടെന്ന് പറഞ്ഞു. പുരുഷന്റെ വഴിക്ക് കാലാങ്കിമല വരെ നടന്നു പോയി. എന്നിട്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല. അപ്പൊ ഞാൻ ഇനി സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലോ ഗംഭീരമായി കർത്താവിനെ എനിക്കെന്തൊരു സന്തോഷമില്ലാത്തത്. നല്ല സന്തോഷം ചോദിച്ചേ. ഇതേമാതിരി ഭയങ്കരമായ കടവ് നേരിട്ട് ഇടപെട്ട് കൈകൾ ഉയർത്തി വലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിപ്പോൾ കർത്താവിനെ ആരാധിക്കാം. ഈ ശുശ്രൂഷയുടെ സമയത്ത് എല്ലാവരും അതിൽ പങ്കുചേരണം. ഒരു മടി പിടിച്ച് അലസത പിടിച്ച് ആത്മീയ നിരുത്സാഹത്തോടെ ആരും ഇരിക്കരുത്. നന്നായിട്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടി പാടി കർത്താവിനെ ആരാധിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. കാര്യങ്ങൾ ഉയർത്തി അടിച്ച് മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഓ യേശുവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്ന കർത്താവേ. ക്ഷീണിതരാണ് കർത്താവേ, രോഗികളാണ് കർത്താവേ, ബലഹീനരാണ് കർത്താവേ, പാപങ്ങളുണ്ട് കർത്താവേ, തകർച്ചകളുണ്ട് കർത്താവേ, സങ്കടങ്ങളുണ്ട്. എല്ലാ അവസ്ഥകളോടും കൂടെ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും കൊണ്ട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. വീടാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീടാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാൽ വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാൽ വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം
യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്, മഹത്വം അഭിഷേക ശക്തി, യേശുവിന്, ആരാധന ആരാധന ആരാധന. മഹത്വം യേശുവിന്. ഇരു കരങ്ങളും ഉയർത്തി എല്ലാവരും കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവേ, ഞങ്ങളങ്ങി ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങി ആരാധിക്കുന്നു കർത്താവേ. കൃപയുടെയും അഭിഷേകത്തിന്റെയും കർത്താവേ, ജീവൻ നൽകുന്നവനെ, ശക്തി നൽകുന്നവനെ, ആരാധന ആരാധന ആരാധന. യേശുവേ യേശുവേ യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് അനുതാപ കൃപയെ നിസ്സാരവൽക്കരിക്കരുത് എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകരുടെ ഷെയറിങ്ങിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, ചിലപ്പോൾ അവരുടെ ഉള്ളിൽ അറിയാതെ ഒരു തോന്നല്, എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണം, എനിക്ക് ധ്യാനത്തിന് പോകണം, എനിക്ക് ദേവാലയത്തിലേക്ക് പോകണം, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊന്നും പ്രത്യേകിച്ച് അധ്വാനിക്കാതെ തന്നെ ഒരു ചെറിയ തോന്നൽ ഇങ്ങനെ കയറി കയറി വരിക, ഒരാഗ്രഹം, ഒരു ഇൻസ്പിറേഷൻ. അതിന് പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പരിശുദ്ധാത്മാവിന്റെ നല്ല തോന്നിപ്പ് ഉള്ളിൽ അനുഭവപ്പെടുക. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നല്ല തോന്നിപ്പ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഒരു കൃപയാണ്. ദൈവം നമുക്ക് ദാനമായി തരുന്ന ഒരു കൃപയാണത്. ദൈവത്തിലേക്ക് പോകാൻ, ദൈവത്തിലേക്ക് പിന്തിരിയാൻ സ്വർഗം നമുക്ക് തന്ന, ദാനമായി തന്ന സ്വർഗത്തിന്റെ ഒരു കൃപയാണത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അനുതാപ കൃപ. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, ഈ ധ്യാനത്തിന് വരാൻ കാരണം എന്താണ്? ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന് കുമ്പസാരിക്കാൻ വരാൻ കാരണം എന്താണ്? അവര് പറയുകയാണ്, എനിക്ക് തോന്നി ഇന്ന് പോണം, ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല, എനിക്ക് തോന്നി ഒരു മാറ്റം വേണം. ഉള്ളിന്റെ, ആരും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നിപ്പ്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉൾത്തള്ളൽ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു സൽപ്രേരണ അവർക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ ആത്മീയമായി നമ്മൾ വിവേചിക്കേണ്ട ഒരു വിഷയമാണ്. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ലോകത്തിൽ ചില മനുഷ്യന്മാര് സെക്കുലറിസത്തിന്റെ ആത്മാവിനാൽ ഗ്രസിക്കപ്പെട്ട് ലോക സുഖങ്ങളിൽ പൂണ്ട്, ലോക സുഖഭോഗങ്ങളിൽ അടിമപ്പെട്ട് കഠിന ബന്ധനത്തിലിരിക്കുന്ന ആത്മാക്കളുണ്ട്. അവരിലേക്ക് ഈ കൃപ വന്ന് ദൈവം കൊടുത്താലും ക്ഷണനേരം തോന്നിയാലും അടുത്ത ക്ഷണത്തിൽ അവർ വേണ്ടാന്ന് വെക്കും. അവര് പറയും, ഓ ഇന്ന് കൂട്ടുകൂടി, ഇന്ന് സിനിമയ്ക്ക് പോകണം, ഇന്ന് കൂട്ടുകൂടി, ഇന്ന് അത് ചെയ്യണം. ഇങ്ങനെ അതും ഇതും ചിന്തിച്ച് ദൈവത്തിന്റെ ആ സൽപ്രേരണ, ആ കൃപയെ അവർ അവഗണിച്ച് കളയുന്നു. ലൗകിക മനുഷ്യന് അങ്ങനത്തെ ഒരു അപകടമുണ്ട്. 1 കൊറിന്തോസ് 2:14 പഠിപ്പിക്കുകയാണ്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ദൈവം തരുന്ന അനുതാപ കൃപയെ കുറിച്ച് മനസ്സിലായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ദിവസം പാലക്കാട് ടൗൺ ഹാളിൽ 3 ദിവസത്തെ വചന ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ സ്റ്റേജിൽ ഇതാ ഒരു സഹോദരി. ആ സഹോദരി പഴനി എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ബഹുദൂരം യാത്ര ചെയ്ത്
പാലക്കാട് ടൗണിൽ വന്ന് ഒരു ലോഡ്ജ് എടുത്ത് അവിടെ 3 ദിവസം താമസിച്ച് ദൈവവചനം കേൾക്കാൻ വേണ്ടി പാലക്കാട് ടൗൺ ഹാളിലേക്ക് വരികയാണ്. വളരെ ധനാഢ്യ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി. ഞങ്ങളപ്പോൾ ചോദിച്ച്, ഭാഷ അറിയില്ല, മലയാളം അല്ല, തമിഴ്, ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ടവല്ല, ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടവര്. അവര് പഴനിയിൽ നിന്ന് ബസ് കയറി പാലക്കാട് വന്ന് ഇവിടെ താമസിച്ച് ഈ വചനങ്ങൾ. ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെ ആരും നോട്ടീസ് തന്ന് വിളിച്ചില്ല, നിങ്ങളെ പ്രത്യേകിച്ച് ആരും ഒന്ന് നിർബന്ധിച്ചില്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ അവർ പറയുകയാണ്, അച്ഛാ, കുറച്ച് നാളുകളായി ഉള്ളിൽ കടന്ന് ദൈവത്തെ തേടണം ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പം അവിടെ ഒരു മലയാളം പേപ്പർ കിട്ടി. ആ മലയാളം പേപ്പറിൽ ഇങ്ങനെ എടുത്ത് തിരിച്ചു മറിച്ച് നോക്കുമ്പം ഇതാ ദൈവത്തിന്റെ വചനം ഘോഷിക്കപ്പെടുന്നു എന്നൊരു ദൂത് ആ പത്രത്തിൽ. ഉടനെ അവർ അഡ്രസ്സ് നോക്കി, ഫോൺ നമ്പർ നോക്കി വിളിച്ചു. പാലക്കാട് എവിടെയെന്ന് മനസ്സിലാക്കി, സ്ഥലം എവിടെയെന്ന് മനസ്സിലാക്കി, വണ്ടികൾ മനസ്സിലാക്കി, അങ്ങോട്ട് പിന്നെ വേറൊന്നും ചെയ്തില്ല, ഡ്രസ്സ് പാക്ക് ചെയ്ത് കുടുംബാംഗങ്ങൾ ഒരു ഇവരിങ്ങനെ പോകുന്നു. എന്നിട്ട് പാലക്കാട് ലോഡ്ജിൽ വന്ന് താമസിച്ച് വചനം കേൾക്കുക. ഞാനന്ന് രാത്രി ഈ സംഭവം കേട്ടന്ന് രാത്രി ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ദൈവമേ, എത്രയോ വിദൂരത്തുനിന്ന് ഈ ആത്മാക്കൾ, ഈ കുടുംബാംഗങ്ങൾ, ഈ വ്യക്തി ഇവിടെ എത്തി. എന്നിട്ട് യേശുവിന്റെ വചനം കേൾക്കുക, യേശുവിന്റെ വചനം കേട്ട് അനുദപിച്ച് കരയുക. എന്താ? ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് ദൈവം തരുന്ന കൃപയെ അവർക്ക് അംഗീകരിക്കാനും അത് വിലമതിക്കാനും അത് മനസ്സിലാക്കാനും സാധിച്ച്. അന്ന് യേശു ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ ആ പൂജ രാജാക്കന്മാർക്ക് ദൈവം ഒരു കൃപ കൊടുത്ത് അവർ യേശുവിന്റെ സവിധത്തിലേക്ക് നീങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ ലൗകിക മനുഷ്യന് അത് ഗ്രഹിക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങൾ എന്നും സിനിമ കണ്ട്, എന്നും എറിക്കുത്തുകളിൽ മുഴുകി, എന്നും മദ്യപിച്ച്, എന്നും തോന്നിയാസം അടിച്ച് അങ്ങനെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ദൈവം തരുന്ന ഈ കൃപകള് ഡിസേൺ ചെയ്യാൻ പറ്റാതെ നാം അതിനെ തള്ളിക്കളഞ്ഞ് പാപത്തിൽ തന്നെ മുഴുകുന്ന ഒരു അവസ്ഥയുണ്ടാകാം. ഇതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം തിരുലിഖിതങ്ങളിൽ ഒരു പ്രബോധനമുണ്ട്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂൽപുത്ര അവകാശം വിറ്റുകളഞ്ഞ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചു, എങ്കിലും അനുതപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. നമുക്ക് തോന്നുമ്പോ അങ്ങനെ അനുതപിക്കാം വിചാരിക്കരുത്, ബോഷ്ക്ക് ചിന്തിക്കരുത്. ദൈവം തരുമ്പോ കൃപ സ്വീകരിക്കണം, ദൈവം തരുമ്പം ദൈവാനുഗ്രഹം സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൃപ കാണിക്കുന്ന കാലങ്ങളും സമയങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാകും. ദൈവം കൃപ കാണിക്കുന്ന മണിക്കൂറുകൾ, ദൈവം കൃപ കാണിക്കുന്ന കാലങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവേചിച്ച് മനസ്സിലാക്കണം. വിവേചിച്ച് നമ്മൾ വെണ്ടക്കയും പാവക്കയും പയറും പോലെ ജീവിക്കരുത്. നമ്മൾ വിവേചിക്കണം. ആത്മീയമായി വിവേചിക്കേണ്ട കാര്യങ്ങളെ ആത്മീയമായി വിവേചിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. എന്നാൽ ഏസാവിന് ഒരു തകർച്ചയുണ്ടായി. അവന്റെ ശരീരത്തിന്റെ പ്രവണതകൾ നിമിത്തം അവന് ആ പയറ് പായസം കണ്ടപ്പോ ബാക്കി ഒന്നിനെ കുറിച്ചും ചിന്തയില്ല, അവന് വിവേചിക്കാൻ പറ്റാതെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ മുമ്പിൽ തന്റെ കടിഞ്ഞൂൽ പുത്രാവകാശം വലിച്ചെറിഞ്ഞ ഏസാവിനെ പോലെ ആരും അധാർമികനോ അശുദ്ധനോ ആകരുത്. കാരണം ഇനി ഒന്ന് അനുദപിക്കാം, ഇനി ഞാൻ നന്നാകാം, ഇനി ഞാൻ ദൈവത്തെ അന്വേഷിക്കാം, അങ്ങനെ വിചാരിക്കുന്ന കാലം വരും. പക്ഷെ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ജെറമ്യാ പ്രവചനത്തിൽ 13-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലപ്രദേശങ്ങൾ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവീൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ വലിയൊരു സത്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾക്ക് കൃപ വർഷിച്ചു തരുന്ന സമയം നാം അതിനെ ചവിട്ടി മതിച്ച് നടന്നാൽ,
കൊരങ്ങന്റെ കയ്യിൽ പൂക്കൊല കിട്ടിയത് മാതിരി അതിനെ ചവിട്ടി മതിച്ച് നിസ്സാരവൽക്കരിച്ച് നടന്നാൽ പിന്നീട് ചിലപ്പോൾ നാം കണ്ണുനീരോടെ അതിനുവേണ്ടി ആഗ്രഹിക്കും, എന്നാൽ ചിലപ്പോൾ ലഭിച്ചു എന്ന് വരികയില്ല. അന്നാണ് വചനം പഠിപ്പിക്കുന്നത്, ഒരു നാൾ നിങ്ങൾ കുമ്പസാരിക്കാൻ ആഗ്രഹിക്കും, ഒരു നാൾ ദൈവത്തിന്റെ അടുക്കൽ പോകാൻ ആഗ്രഹിക്കും. അന്ന് കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കഠിന ഹൃദയം, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മരവിപ്പ്, ഒരു തരി പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഒരു തരി ദൈവത്തെ അന്വേഷിക്കാൻ പറ്റാത്ത ദിവസങ്ങളും കാലങ്ങളും മണിക്കൂറുകളും ജീവിതത്തിൽ രൂപാന്തരപ്പെട്ടു വരാം. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലപ്രദേശങ്ങളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകണം. അല്ലെങ്കിൽ വെളിച്ചം തേടുമ്പോൾ കൂരിരുട്ടും, ജീവൻ തേടുമ്പോൾ മരണത്തിന്റെ നിഴലും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനത്തെ ഒരു സംഭവം ബൈബിളിലുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നാം കാണുന്നുണ്ട്. നമുക്ക് ദൈവവചനം വായിക്കാം. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പ് കടിയേറ്റ് മരിച്ചു. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്കൊരു താക്കീതിനായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു ഗുണപാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവം നേരിട്ട് മോശപ്രവാചകന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് തന്റെ പ്രിയ ജനത്തെ, തെരഞ്ഞെടുത്ത സ്വന്തം ജനത്തെ ദൈവം പുറപ്പാട് കാലഘട്ടത്തിൽ മരുഭൂമിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ദേശത്തേക്ക് നയിക്കുകയാണ്. അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മോശപ്രവാചകനിലൂടെ നേരിട്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവം അവർക്ക് ആത്മാവ് അഭിഷേകം നൽകി, ദൈവം അവർക്ക് ദൈവിക ചിന്തകൾ നൽകി, വചനങ്ങൾ നൽകി. എന്നാൽ വ്യഭിചാരത്തിന്റെ ആസക്തി വരുമ്പോ, ലോകപ്രകാരമുള്ള ആ ഒരു ശരീരത്തിന്റെ ഒരു പ്രവണതകളെല്ലാം കൂടി അവരെ അങ്ങോട്ട് ഗ്രസിക്കുമ്പോൾ ദൈവത്തിന്റെ സൽചിന്തകളോ ദൈവത്തിന്റെ പ്രേരണകളോ ഒന്നും അവർ ഗവനിക്കുന്നില്ല. അവർ അവരുടെ ലോകപ്രകാരമുള്ള സ്വഭാവത്തിനു വേണ്ടി തന്നെ മുന്നോട്ട് കുതിക്കുകയാണ്. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ പരക്കം പാഞ്ഞു. ചിലപ്പോ അവർക്ക് ദൈവത്തിനോട് മറുതലിപ്പ് തോന്നി, എതിർപ്പ് തോന്നി. ദൈവത്തെ അവർ പരീക്ഷിച്ചു, പ്രവാചകൻ അവർ പുച്ഛിച്ചു, മോശയും അഹ്റോനെ അവർ തിരസ്കരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ സ്വഭാവങ്ങളില്ലേ? നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളോട് ദൈവത്തിന്റെ ഓരോ സ്വരം അറിയിക്കും. നമ്മുടെ അമ്മ, നമ്മുടെ അപ്പൻ, നമ്മുടെ കൂടപ്പിറപ്പുകള്, നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛന്മാര്, നമ്മുടെ ഇടവകയിൽ സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവകയിലെ നല്ല മനുഷ്യരിലൂടെ ദൈവത്തിന്റെ ചില സ്വരങ്ങൾ നമ്മൾ അറിയിക്കും. നമ്മൾ മറുതലിപ്പ് കാണിക്കുക, എതിർപ്പ് കാണിക്കുക, പിറുപിറുക്കുക, മർക്കടമുഷ്ടിയോടെ പിടിവാശി സ്വഭാവം കാണിച്ച് മുന്നോട്ട് പോവുക. നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചതും അന്യോപദേശങ്ങൾ വഴി അവരോട് സംസാരിച്ചതും ഞാനാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ കുട്ടിയായിരിക്കും നമ്മളോട് പറയുന്നത്. ദൈവികമായ ഒരു പ്രേരണ ഒരു കുട്ടിയോ കുടുംബാംഗങ്ങളോ നമ്മുടെ പ്രാർത്ഥിക്കുന്നവരോ ആരെങ്കിലും പറയുമ്പോൾ, ദൈവികമായ ഒരു പ്രേരണ, ഒരു അനുതാപ കൃപ, ദൈവത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം, അതിന് നാം ചെവി കൊടുക്കണം. ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഒരു ആത്മീയ പ്രേരണ ദൈവം തരുമ്പോ സ്വീകരിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം തരുന്ന ആത്മീയ പ്രേരണ, ദൈവം തരുന്ന അനുതാപം, ഒന്ന് കുമ്പസാരിക്കണം തോന്നല്, ഒരു ധ്യാനം കൂടാൻ വേണ്ടി ഒരു ആഗ്രഹം, ഒന്ന് പള്ളിയിൽ പോകണമെന്ന് തോന്നുക, ഒന്ന് ഈ പ്രാവശ്യത്തെ അല്ലെങ്കിൽ വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കണം തോന്നുക, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടണം തോന്നുക, നല്ല കൂട്ടുകെട്ട് വേണമെന്ന് ആഗ്രഹിക്കുക, ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ തോന്നുക, ഇനി മദ്യപിക്കണം തോന്നുന്നത്, ഇതെല്ലാം ദൈവം തരുന്ന വലിയ സമ്പത്താണ്. സ്വർഗത്തിൽ നിന്ന് ദാനമായി ദൈവം നമുക്ക് വർഷിച്ചു തരുന്ന ആത്മീയ അനുഗ്രഹങ്ങളാണ് ഇങ്ങനെയുള്ള സൽപ്രേരണകൾ. ഇതിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് രക്ഷയിലേക്ക് നയിക്കുന്ന അനുതാപം,
രക്ഷയിലേക്ക് നയിക്കുന്ന വചനം, രക്ഷയിലേക്ക് നയിക്കുന്ന മണിക്കൂർ, രക്ഷയിലേക്ക് നയിക്കുന്ന ദൂതന്മാർ, രക്ഷയിലേക്ക് നയിക്കുന്ന പ്രേരണ, അത് വിലപിടിപ്പുള്ളതാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ കൂപ്പി പിടിക്കാം, അനുദപിക്കാൻ, പ്രാർത്ഥിക്കാൻ, വചനം അനുസരിക്കാൻ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് കൃപ തരണം കർത്താവേ, ആത്മീയ കാര്യങ്ങളെ വിവേചിക്കാനുള്ള അഭിഷേകം തരണം കർത്താവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അനുദപിച്ചാൽ നീ അനുദപിച്ചാൽ അത്ഭുതം നീ ദർശിക്കും. അനുസരിച്ചാൽ വചനം അനുസരിച്ചാൽ ദൈവമഹത്വം നീ ദർശിക്കും. ആനന്ദ സ്നേഹ യേശുവേ കനിഞ്ഞു വന്നിടണേ. പൂർണ്ണമായ രക്ഷയും ഞങ്ങൾക്കു നൽകണമേ. അനുദപിച്ചാൽ കർത്താവേ, അത്ഭുതം നീ ദർശിക്കും. കർത്താവേ, എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അനുസരിക്കാൻ, അനുദപിക്കാൻ, ദൈവസന്നിധി എളിമപ്പെടാൻ, സമയങ്ങളെയും കാലങ്ങളെയും വിവേചിച്ച് മനസ്സിലാക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓ ദൈവമേ, ഇടപെടണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഇപ്പോൾ പ്രത്യേകം അവിടുന്ന് കാണണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അവിടുന്ന് കാണണമേ കർത്താവേ. ദുർമാർഗത്തിലേക്ക് പോയവരെ അറിയണമേ കർത്താവേ. എതിർപ്പിന്റെയും മല്ലടിക്കുന്നതിന്റെയും അടിമത്തത്തിൽ കിടക്കുന്നവരെ അറിയണമേ കർത്താവേ. സ്പർശിക്കണമേ, പ്രാർത്ഥിക്കുന്നു. അനുദപിച്ചാൽ നീ അനുദപിച്ചാൽ അത്ഭുതം നീ ദർശിക്കും. അനുസരിച്ചാൽ വചനം അനുസരിച്ചാൽ ദൈവമഹത്വം നീ ദർശിക്കും. ആനന്ദ സ്നേഹ യേശുവേ കനിഞ്ഞു വന്നിടണേ. പൂർണ്ണമായ രക്ഷയും ഞങ്ങൾക്കു നൽകണമേ. ആനന്ദ സ്നേഹ യേശുവേ കനിഞ്ഞു വന്നിടണേ. പൂർണ്ണമായ രക്ഷയും ഞങ്ങൾക്കു നൽകണമേ. ഞങ്ങൾക്കു നൽകണമേ. ഞങ്ങൾക്കു നൽകണമേ. റോമാലേഖനം 13-ാം അധ്യായം 11-ാം തിരുലിഖിതം. നാം ഇതെല്ലാം ചെയ്യുന്നത് കാലഘട്ടത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പിതാവിനെ ആരാധിക്കാം, സത്യസ്വരൂപനെ ആരാധിക്കാം, ആബാ പിതാവിനെ ആരാധ്യനാഥനെ ആത്മാവിലെന്നെന്നും ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും ഇരു കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എന്റെ യേശുവേ, ഹൃദയം നുറങ്ങി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. കഠിന ഹൃദയങ്ങളിലേക്ക് മാനസാന്തര കൃപ കർത്താവ് തരും. എന്താണോ നമ്മുടെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് ദൈവകൃപ വ്യാപരിക്കും. ഇരുകരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, 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 ആരാധന, ആരാധന. യേശുവേ, കനിഞ്ഞു വന്നിടണേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ രക്ഷയും യേശുവേ ഞങ്ങൾക്കു നൽകണമേ. കരങ്ങൾ ഉയർത്തി ആനന്ദം സ്നേഹം യേശുവേ, രക്ഷിതാവേ കനിഞ്ഞു വന്നിടണേ. പൂർണ്ണമായ രക്ഷയും ഞങ്ങൾക്കു നൽകണമേ, ഞങ്ങൾക്കു നൽകണമേ.